എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. ഭൂമിയിലെ ഏറ്റവും വലിയ വനം ഏത്? ആമസോൺ വനം. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത്? 1974 ജൂൺ 5. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്, എറണാകുളം ജില്ലയിലെ തട്ടേക്കാട്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? 1966. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? പ്രൊഫസർ R മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് ആര്? മേധ പട്കർ. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1986. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മസനോബു ഫുകുവോക്ക. ഏഷ്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ? തെന്മല, കൊല്ലം ജില്ലയിലെ. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? യൂജിൻ P. ഓഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള രണ്ടാമത്തെ ജില്ല ഏത്? പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത്? തണ്ണീർത്തടങ്ങൾ. 2024 ലോക പരിസ്ഥിതി ദിനത്തിനായുള്ള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? ആലപ്പുഴ. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി സ്ഥാപിച്ച ആദ്യത്തെ ആശുപത്രി ഏത്? ദി ചാരിറ്റബിൾ ബേർഡ്സ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. കടുവകളുടെ സംരക്ഷണത്തിനായി കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത്? പെരിയാർ, ഇടുക്കി ജില്ലയിലെ. നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരനായിക ആര്?
മേധാ പട്കർ. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏത്? മുള. ആദ്യ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഓൺലി വൺ എർത്ത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ഏത് മൃഗത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്. കേരളത്തിലെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഇന്ദുചൂടൻ. WWFൻ്റെ പൂർണ്ണരൂപം എന്ത്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. WWFൻ്റെ ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിൽ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ. നിശബ്ദ വസന്തം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? റേച്ചൽ കഴ്സൺ. ലോകത്ത് ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ള രാജ്യം ഏത്? റഷ്യ. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? വയനാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? പെരിയാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗംഗ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? നൈൽ. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത്? ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. ഓസോൺ ദിനം എന്ന്? സെപ്റ്റംബർ 16. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര്? രാജീവ് ഗാന്ധി. കീടനാശിനി ആയി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? വേപ്പ്. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 22. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ല ഏത്? പാലക്കാട്. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു. ഇത് ആരുടെ വരികൾ ആണ്?
ONV കുറുപ്പ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. മണ്ണിനെക്കുറിച്ചുള്ള പഠനശാഖ ഏത്? പെഡോളജി. കേരളത്തിലെ ജൈവ ജില്ല ഏത്? കാസർഗോഡ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? പഞ്ചാബ്. കാസിരംഗ നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം. ലോകത്തിലെ ആദ്യത്തെ തേക്കിൻ തോട്ടം ഏത്? കനോലി പ്ലോട്ട്. കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ആണ്? മലപ്പുറം. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഹ്യൂമൻ ഇക്കോളജി. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ ഏത്? മഞ്ചേശ്വരം പുഴ. വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏത്? റെഡ് ഡാറ്റ ബുക്ക്. UNEPയുടെ പൂർണ്ണരൂപം എന്ത്? യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെന്റൽ പ്രോഗ്രാം. UNEP സ്ഥാപിതമായ വർഷം ഏത്? 1972. UNEPയുടെ ആസ്ഥാനം ഏത്? കെനിയയിലെ നൈറോബി. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത്? ഇക്കോമാർക്ക്. അന്താരാഷ്ട്ര ജന്തുദിനം എന്ന്? ഒക്ടോബർ 3. പണ്ട് കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത്? പമ്പ. നിള എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത്? ഭാരതപ്പുഴ. ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? പാലക്കാട്. ലോകത്ത് നെല്ല് കൃഷി ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 2. മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. കാഷ്യ ഫിസ്റ്റുല ഏത് പുഷ്പത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? കണിക്കൊന്ന. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ചിന്നാർ. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? 2012. ലോക ജലദിനം എന്ന്? മാർച്ച് 22.
ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.